കണ്ടോ ഒന്ന് തണുത്ത് വരുന്നുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്ന് വൃത്തിയായിട്ട് തണുത്ത് വരുന്നുണ്ട്. തണുത്ത് വരുമ്പോൾ ഞാൻ വീണ്ടും AC-യുടെ സ്വിച്ച് ഓഫ് ചെയ്തു. ഇപ്പോൾ ആ കൂളിംഗ് കോയിലുള്ള ആ ഒരു തണുപ്പിന് ആ ഒരു എയർ ആഗിരണം ചെയ്ത് നേരെ നമുക്ക് തന്നുകൊണ്ടിരിക്കും. ഹായ്, ഞാൻ സബിൻ സലീം, വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കിലേവർക്കും സ്വാഗതം. നിങ്ങളുടെ വാഹനങ്ങളിൽ AC യൂസ് ചെയ്യുമ്പോൾ മൈലേജ് കുറയുന്നുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോ, നിങ്ങൾക്ക് പ്രയോജനപ്പെടും. AC ഉപയോഗിക്കുന്നവർക്ക് മൈലേജ് കുറയുമ്പോഴത്തേക്കുള്ള വിഷയങ്ങൾ നമുക്ക് പരിഹരിക്കാം. AC എങ്ങനെ മൈലേജ് കൂട്ടാൻ വേണ്ടി ഓട്ടത്തിൽ ഉപയോഗിക്കാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ കൂട്ടത്തിൽ പലർക്കുമുള്ള ഒരു സംശയമാണ് AC ഉപയോഗിക്കുമ്പോൾ മൈലേജ് കുറയില്ലേ എന്നുള്ളത്. തീർച്ചയായിട്ടും AC ഉപയോഗിക്കുമ്പോൾ മൈലേജ് കുറയും. അതിന് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഓടിപ്പോവുകയാണേ, ഇപ്പോൾ നമ്മൾ അത്യാവശ്യം AC ഒക്കെ ഇട്ട്, ഇപ്പോൾ AC-യുടെ ഫാൻ്റെ ഇരപ്പൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. AC ഒക്കെ ഇട്ട് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ഓടിപ്പോവുകയാണ്. വണ്ടി ഇത്തിരി നല്ലോണം തണുത്ത് കഴിയുമ്പോഴത്തേക്ക് AC-യുടെ ഈ ഒരു സ്വിച്ച് കണ്ട, ഈ സ്വിച്ച് ഓഫ് ചെയ്യുക, വണ്ടി ഓടുക. അപ്പം ആ ഒരു കൂളിംഗ് കോയിൽ അല്ലെങ്കിൽ വേപ്പറൈസറിലുള്ള ആ ഒരു തണുപ്പ് കാരണം വണ്ടി പിന്നെയും തണുത്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഒരു മിനിറ്റ് 1.5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ചെറിയ രീതിയിൽ ആ തണുപ്പ് കുറഞ്ഞിങ്ങനെ കാറ്റ് വരാൻ തുടങ്ങുമ്പം വീണ്ടും നമ്മളെന്താ വേണം, ആ AC-യുടെ സ്വിച്ച് കാണിച്ചു കൊടുക്കുക, AC-യുടെ സ്വിച്ച് ഓൺ ചെയ്യുക. അങ്ങനെ വരുമ്പോഴത്തേക്കൊരു ഗുണമെന്ന് വെച്ചാൽ അത്രയും നേരം 1.5 മിനിറ്റ് AC കംപ്രസർ വർക്കായിരിക്കത്തില്ല. അതേ കണക്കിന് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ആ കൂളിംഗ് കോയിലുള്ള തണുപ്പ് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പം ഇതുപോലെ വിട്ട് കംപ്രസർ ഒരു 1.5 മിനിറ്റ് വർക്കാവാതെ വരുമ്പം കംപ്രസർ വർക്കാക്കിക്കേണ്ടി വരുന്ന ലോഡുണ്ടല്ലോ, ആ ഒരു ലോഡ് എഞ്ചിന് കുറവ് വരികയും അത്രയും സമയത്ത് നിന്ന് നമുക്കൊരല്പം മൈലേജിൻ്റെ ലാഭം ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ്. ഇപ്പം ഈ ഒരു കംപ്രസർ ഇപ്പം ഇതുണ്ടോ ഒന്ന് തണുത്ത് വരുന്നുണ്ട്. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഒന്ന് വൃത്തിയായിട്ട് തണുത്ത് വരുന്നുണ്ട്. തണുത്ത് വരുമ്പോൾ ഞാൻ വീണ്ടും AC-യുടെ സ്വിച്ച് ഓഫ് ചെയ്തു. ഇപ്പോൾ ആ കൂളിംഗ് കോയിലുള്ള ആ ഒരു തണുപ്പിന് ആ ഒരു എയർ ആഗിരണം ചെയ്ത് നേരെ നമുക്ക് തന്നുകൊണ്ടിരിക്കും. മാക്സിമം അവിടെയുള്ള ആ ഒരു തണുപ്പ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇത്തിരി തണുപ്പ് കുറഞ്ഞു വരുമ്പോഴത്തേക്ക് എന്താ വേണം, വീണ്ടും AC-യുടെ സ്വിച്ച് ഓൺ ചെയ്യണം. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നിങ്ങളെ വണ്ടിയുടെ AC കംപ്രസറൊക്കെ ഡാമേജായി, വണ്ടിയിലുള്ള കൂളിംഗ് സിസ്റ്റമൊക്കെ കംപ്ലൈൻ്റ് ആയി, ഉള്ള മൈലേജും കൂടെ ഇല്ലാണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും നേരത്തെ പറഞ്ഞ പോലെ ഏതൊരു നാറി പറഞ്ഞാലും ശരി, ഇങ്ങനെ വണ്ടി ഉപയോഗിക്കരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങളെ വണ്ടിക്ക് നെഗറ്റീവായിട്ടുള്ള ഫലമായിരിക്കും ഉണ്ടാകുന്നത്. നിങ്ങളെ വണ്ടിക്ക് ഒരു കാരണവശാലും മൈലേജ് കിട്ടില്ല. അപ്പോൾ AC ഉപയോഗിച്ചാൽ മൈലേജ് കുറയുമോ? കുറയും. അപ്പോൾ നമുക്ക് വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് കാണാം. നിങ്ങളെ വണ്ടിയിൽ കാര്യമായ രീതിയിൽ മൈലേജിൻ്റെ പ്രശ്നം AC ഇടുമ്പോൾ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ വണ്ടിയുടെ AC-യുടെ സിസ്റ്റത്തിന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു തകരാറ് ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അത് 100% ഉറപ്പാണ്. നിങ്ങളെ വണ്ടിയുടെ എയർ കണ്ടീഷൻ സംവിധാനം കൃത്യമായിട്ടാണ് വർക്കാവുന്നതെന്നുണ്ടെങ്കിൽ കാര്യമായ ഒരു മൈലേജിൻ്റെ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക്, അതായത് AC ഇടുന്നത് കൊണ്ട് സംഭവിക്കില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളെ വണ്ടിയുടെ AC ഏതൊക്കെ സമയത്ത്, അല്ലെങ്കിൽ AC കംപ്രസർ ഏതൊക്കെ സമയത്തായിരിക്കും വർക്കാകുന്നത്? കൂളിംഗ് കോയിലിൻ്റെ ടെമ്പറേച്ചറിനനുസരിച്ചായിരിക്കും, അത് എത്രത്തോളം തണുത്തിട്ടുണ്ട് എന്നുള്ള അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും AC കംപ്രസർ ഓൺ ആകുന്നതും ഓഫ് ആകുന്നതും. ഇതിൻ്റെ ഓൾട്ടർനേറ്റർ, അതായത് ഇതിൻ്റെ ഫാനും കാര്യങ്ങളൊക്കെ പല വണ്ടിയിലും പല രീതിയിലായിരിക്കും വർക്കാവുന്നത്. ഇപ്പം ഇന്നോവയൊക്കെ സംബന്ധിച്ച് അതിൽ പ്രത്യേകിച്ച് കണ്ടൻസർ ഫാനോ കാര്യങ്ങളൊന്നും കാണത്തില്ല. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ പല വാഹനങ്ങളുണ്ട് കണ്ടൻസർ ഫാൻ സെപ്പറേറ്റ് ഇല്ലാത്ത. എന്നാൽ കണ്ടൻസർ ഫാൻ സെപ്പറേറ്റ് ഉള്ളതോ അതല്ലാന്നുണ്ടെങ്കിൽ കണ്ടൻസർ ഫാന് പകരം നമ്മൾ കൂളിംഗ് ഫാൻ, അതായത് റേഡിയേറ്ററിൻ്റെ കൂളിംഗ് ഫാൻ അല്ലെങ്കിൽ റേഡിയേറ്റർ ഫാൻ ഫുൾ ടൈം കറങ്ങുന്ന സിസ്റ്റമോ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ കണക്ക് തന്നെ വണ്ടിയുടെ ഓൾട്ടർനേറ്ററിൻ്റെ ചെറിയൊരു റെസിസ്റ്റൻസ് പിടുത്തവും കൂടി ഈ ഒരു എഞ്ചിന് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. നമ്മളിപ്പോൾ മൈലേജിൻ്റെ കേസ് ഇട്ട് കംപ്രസറിനെ ബേസ് ചെയ്ത് പറയുന്നത് വെച്ചാൽ, കംപ്രസർ എത്ര നേരത്തോളം വർക്കാകുന്നു, അതായത് കംപ്രസർ എത്ര നേരം ലോഡ് എടുക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് AC കംപ്രസർ ഓണാക്കി നോക്കാം. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് AC കംപ്രസർ ഓണാക്കാൻ പോവുകയാണ്. ഓക്കെ, വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന കണക്ക് തന്നെ 1, 2, 3, 4. ഇപ്പം ഇതിൽ ഈ എയർ 1-ൽ വരുമ്പം ചെറിയ രീതിയിലായിരിക്കും എയർ, 2-ൽ വരുമ്പോൾ കുറച്ച് കൂടുന്നു, 3-ൽ വരുമ്പോൾ കുറച്ചും കൂടെ കൂടുന്നു, 4-ൽ വരുമ്പം നല്ല രീതിയിലാകുന്നു. അപ്പം നമ്മളിതിൽ ക്ലൈമറ്റോണിൻ്റെ കാര്യം പിന്നീട് സംസാരിക്കാം. ഇപ്പം പറയുന്നത് മാനുവൽ AC സിസ്റ്റത്തിൻ്റെ കാര്യമാണ്, എയർ കൂളിംഗ് സിസ്റ്റത്തിൻ്റെ കാര്യമാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. 1-ൽ വെക്കുമ്പം വളരെ ചെറിയ രീതിയിലുള്ള ഒരു എയർ മാത്രമേ ഇതിൻ്റെ കൂളിംഗ് കോയിലിൽ നിന്ന് പുറത്തേക്ക് വരുള്ളൂ. അതായത് കൂളിംഗ് കോയിലിൻ്റെ ഫിൻസുകളുടെ ഇടയിൽ കൂടെ ബ്ലോവർ ഫാൻ കടത്തി വിടുന്ന എയറിൻ്റെ ക്വാണ്ടിറ്റി കുറവായിരിക്കും. അതുപോലെ 2-ലിടുമ്പോൾ കുറച്ചും കൂടെ ക്വാണ്ടിറ്റി കൂടുന്നു, 3-ലിടുമ്പോൾ കുറച്ചും കൂടെ ക്വാണ്ടിറ്റി കൂടുന്നു, 4-ലിടുമ്പം കുറച്ചും കൂടെ ക്വാണ്ടിറ്റി കൂടുന്നു. നമുക്കിനി AC ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ഞാൻ ജസ്റ്റ് 1-ലിട്ടതിന് ശേഷം
AC ഓൺ ചെയ്യുകയാണ്. അപ്പോഴേ തന്നെ ആ ഒരു ഭാഗത്ത് കംപ്രസറും വർക്കാവാൻ തുടങ്ങി. നമ്മൾ വണ്ടി ഇപ്പം നിലവിൽ ഐഡിയലിങ്ങിലായിട്ടേക്കുന്നത്, അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ജസ്റ്റ് റണ്ണിങ് കണ്ടീഷനല്ല. റണ്ണിങ് കണ്ടീഷൻ വരുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ സംഭവങ്ങൾ കുറച്ചും കൂടെ നേരത്തെ സംഭവിക്കും. അതായത് ഇപ്പോൾ ഇത് കട്ടാവുന്ന ഡ്യൂറബിലിറ്റിയൊക്കെ കുറച്ചും കൂടെ കുറയും. കട്ടായിട്ടില്ല, വർക്കായി തന്നെ കൊണ്ടിരിക്കുകയാണ് AC കംപ്രസർ. ഈ ഫാനും അതിൻ്റെ കൂട്ടത്തിൽ കട്ടാവും. ഇതിപ്പം റേഡിയേറ്റർ ഫാനാണ്, കണ്ടൻസർ ഫാൻ സെപ്പറേറ്റ് ഇതിന് വരുന്നില്ല. റേഡിയേറ്റർ ഫാൻ തന്നെയാണ് ഈ ഒരു കണ്ടൻസറിനെ തണുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പം ഫസ്റ്റ് സ്റ്റെപ്പിലാണ് ഇട്ടേക്കുന്നത്. ഇത് വീണ്ടും ആ ഒരു AC കംപ്രസർ ഇപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കട്ടായി. നല്ല രീതിയിൽ തണുത്ത് സെറ്റായിട്ടുണ്ട്. ഇപ്പോഴും എന്താ ഇത് ഒന്നി തന്നെയാണ് ഇട്ടേക്കുന്നത്. നമുക്ക് ഈ ഒന്നി ഇട്ടുകൊണ്ട് തന്നെ ഈ തണുത്തതിന് ശേഷം എത്ര സമയം എടുക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇനി എത്ര സമയം എടുക്കുമ്പോൾ AC കംപ്രസർ ഓൺ ആവുകയും ഓഫായും ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. ഇപ്പം AC കംപ്രസർ ഓഫായി. ഓണായി. ഓഫായി. ഓണായി. ഓഫാകായില്ല. ഓഫായി. ഇപ്പം വളരെ പെട്ടെന്ന് ഓണും ഓഫും ആവുന്നുണ്ട് AC കംപ്രസർ. അതിൻ്റെ ഇടയിൽ സൈലൻസറിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ വേണ്ടി കൈയിട്ട് കൈതാ പുള്ളി കാണാൻ പറ്റുമോ? കൈ നല്ലോണം പുള്ളി. കുഴപ്പമില്ല, നിങ്ങൾക്ക് വേണ്ടിയല്ലേ, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ഇത് കണക്ക് AC കംപ്രസർ ടക്ക് ടക്ക് എന്ന് പറഞ്ഞ് പെട്ടെന്ന് കട്ടാവുന്നു, പെട്ടെന്ന് ഓണാവുന്നു, പെട്ടെന്ന് കട്ടാവുന്നു, പെട്ടെന്ന് ഓണാവുന്നു. പക്ഷേ അതിന് മുമ്പ് ഒരു AC കംപ്രസർ കട്ടാവാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമെടുത്തു. അതെന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മളെ വണ്ടിയിലെ ഇവാപ്പറേറ്റർ അല്ലെങ്കിൽ കൂളിംഗ് കോയിൽ, ഈ ഒരു ഐറ്റം കൃത്യമായിട്ട് തണുത്ത് ആ ഒരു ടെമ്പറേച്ചറിൽ എത്താൻ വേണ്ടിയുള്ള സമയം. ആ ടെമ്പറേച്ചറിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ടക്കനെ എന്നും പറഞ്ഞിട്ട് ആ ടെമ്പറേച്ചറിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. അത് ആ ടെമ്പറേച്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കൂളിംഗ് കോയിലിൽ 3 to 5 ടെമ്പറേച്ചർ വരിക എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് തിരുത്താൻ ദയവായിട്ട് കൃത്യമായിട്ടുള്ള ടെമ്പറേച്ചർ ഒന്ന് കമൻറ്റിലിടുക. എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല എന്നുള്ളതാണ്. അപ്പം ആ ഒരു ടെമ്പറേച്ചറിൽ എത്തുന്ന ഒരു കണ്ടീഷനിൽ ആ ഒരു കംപ്രസർ കട്ടാക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതിനൊക്കെ സഹായിക്കുന്നത് വെച്ചാൽ അവിടെ ഒരു സെൻസറുണ്ട്, അതായത് ഒരു കൂളിംഗ് കോയിൽ ടെമ്പറേച്ചർ സെൻസറുണ്ട്, അല്ലെങ്കിൽ നമുക്കതിനെ തെർമിസ്റ്റർ എന്ന് വിളിക്കാം. ഈ തെർമിസ്റ്റർ കൊടുക്കുന്ന സിഗ്നലിനനുസരിച്ചാണ് ഈ വണ്ടിയുടെ AC കംപ്രസർ വർക്കാവുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ കണക്ക് 3 to 5 ഡിഗ്രി, ഞാൻ പറയുന്ന ഒരു ഡിഗ്രി തെറ്റാകാൻ സാധ്യതയുണ്ട്. ദയവായിട്ട് തെറ്റാണെങ്കിൽ തിരുത്തുക. അപ്പം ആ ഒരു നിശ്ചിത ടെമ്പറേച്ചറിൽ എത്തുന്നത് വരെ ഈ AC കംപ്രസർ വർക്കാവും. അതാണ് ഇതിൻ്റെ ഒരു ലോജിക്ക്, അല്ലാതെ വേറെ ഒന്നുമില്ല. ആ ഒരു നിശ്ചിത ടെമ്പറേച്ചറിൽ എത്തുമ്പോൾ AC കംപ്രസർ കട്ടാകുന്നു. ആ നിശ്ചിത ടെമ്പറേച്ചറിൽ നിന്ന് മുകളിലേക്ക് ടെമ്പറേച്ചർ വരുമ്പോഴത്തേക്ക് AC കംപ്രസർ ഓൺ ആകുന്നു. അപ്പം ഇതിൽ ഒന്നിലിടുമ്പോഴത്തേക്ക് എയറിൻ്റെ ഫ്ലോ കുറവായിരിക്കും. കൂളിംഗ് കോയിൽ നിന്ന് തണുപ്പിനെ ആഗിരണം ചെയ്ത് വരുന്ന എയറിൻ്റെ ക്വാണ്ടിറ്റി കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ കൂളിംഗ് കോയിൽ എപ്പോഴും തണുത്ത് തന്നെ ഇരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ടെമ്പറേച്ചറിൽ വലിയ രീതിയിലുള്ള വ്യത്യാസം വരില്ല. അതേസമയം നമ്മൾ ബ്ലോവർ ഫാനിൻ്റെ സ്പീഡ് ഒരു 3 കഴിഞ്ഞപ്പോഴത്തേക്ക് വരുന്ന എയറിൻ്റെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരുന്നു. കൂളിംഗ് കോയിൽ നിന്ന് ആ ഒരു തണുപ്പിനെ ആഗിരണം ചെയ്ത് വരുന്ന എയറിൻ്റെ ക്വാണ്ടിറ്റി കൂടുന്നു. അതുകൊണ്ട് തന്നെ കൂളിംഗ് കോയിൽ പെട്ടെന്ന് ടെമ്പറേച്ചർ കൂടാനുള്ള ചാൻസും ഉണ്ടാകുന്നു. അപ്പോൾ നമുക്ക് ഇപ്പം 3 കഴിഞ്ഞപ്പോഴത്തേക്ക് എത്ര നേരം AC കംപ്രസർ വർക്കാകുന്നുണ്ട് എന്നുള്ളത് നോക്കാം. AC കംപ്രസർ എത്ര നേരം വർക്കാകുന്നു എന്നുള്ളത് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫാനിൻ്റെ ഫ്ലോ നോക്കിയാൽ മതി. ഇപ്പോൾ നോക്കേ, ഒരുപാട് സമയമെടുത്താണ് ഈ ഒരു AC കംപ്രസർ കട്ടായത്. ഇപ്പോൾ കട്ടായതേ ഉള്ളൂ, വീണ്ടും ഓണായി. ഇനിയും അതേ കണക്ക് തന്നെ നല്ല രീതിയിലുള്ള ടൈം എടുക്കും. ഇപ്പോൾ AC കംപ്രസർ കട്ടായി അറ്റം ടൈമിൽ കുറച്ച് ജസ്റ്റ് ഒരു 2-2.5 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ തന്നെ വീണ്ടും ഓണായി. നമ്മൾ ഫസ്റ്റ് ഇട്ടതിനേക്കാൾ കൂടുതൽ, എനിക്ക് തോന്നുന്നൊരു 2.5 ഇരട്ടി കൂടുതൽ ടൈം എടുക്കുന്നുണ്ട് ഈ ഒരു AC കംപ്രസർ കട്ടാവാനായിട്ട്. അപ്പോൾ അത്രയും നേരം AC കംപ്രസർ വർക്കാവുകയാണ്. ഇപ്പോൾ സ്വാഭാവികമായും ഓടിക്കുന്ന സമയത്ത് കുറച്ച് നേരത്തെ കട്ടാകും എന്നുണ്ടെങ്കിലും, ഇപ്പോൾ കംപ്രസ് ചെയ്യുന്നതിൻ്റെ ഒരു സ്പീഡും കാര്യങ്ങളൊക്കെ വ്യത്യാസം വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ നേരത്തെ കട്ടാകും എന്നുണ്ടെങ്കിലും ആ ഒരു ഡ്യൂറബിലിറ്റിയിൽ എന്തായാലും വ്യത്യാസം വരും എന്നുള്ളത് 100% ഷുവറായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ കട്ടായും ഓണായും വരികയാണ്. അപ്പം ഇതൊക്കെ എന്തിനെയൊക്കെ ബേസ് ചെയ്തിരിക്കും? ഈ ഒരു കാര്യങ്ങൾ ഇങ്ങനെ തന്നെ പ്രോപ്പറായിട്ട് വർക്കാകുമോ? ഇല്ല.
ഇത് വേറെ കുറച്ച് കാര്യങ്ങളെയും കൂടെ ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ടൈമിൽ വർക്കാവുന്നത്. ഇപ്പം സിമ്പിൾ ലോജിക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ കൂളിംഗ് കോയിലിൽ വരുന്ന ടെമ്പറേച്ചർ സെൻസർ അത് സെൻസ് ചെയ്യുന്ന ബേസ് ചെയ്താണ് ഈ ഒരു AC കംപ്രസർ പ്രോപ്പറായിട്ട് വർക്കാകുന്നത് എന്നുള്ളത്. അതായത് ആ ഒരു ടെമ്പറേച്ചർ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ 3 to 5 ഡിഗ്രിക്കിടയിൽ പ്രോപ്പറായിട്ട് നിലനിർത്തുക എന്നുള്ള രീതിയിലാണ് ആ ഒരു കംപ്രസർ വർക്കാവുന്നത്. അപ്പം സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുള്ളൂ. ആ ഒരു കൂളിംഗ് കോയിലിൻ്റെ കണ്ടീഷൻ, അതായത് നമ്മളെ വണ്ടിയുടെ ഫ്രീ ഓൺ കുറവോ അങ്ങനത്തെ വിഷയങ്ങളോ വല്ലതും വരികയാണെങ്കിലോ, അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ബ്ലോക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിലോ, അതല്ലെങ്കിൽ കൂളിംഗ് കോയിൽ കൃത്യമായിട്ട് ആ ഒരു ടെമ്പറേച്ചറിൽ എത്താൻ ടൈം എടുക്കുന്ന രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായും അത്രയും നേരം നമ്മളെ വണ്ടിയുടെ AC കംപ്രസർ വർക്കാകും. നിങ്ങളിപ്പം നിങ്ങളെ വണ്ടിയുടെ വിൻഡോ തുറന്നിട്ട് ഓടിക്കുന്ന അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തുറക്കുന്ന ഒരാളാണെങ്കിൽ AC ഇട്ടുകൊണ്ട് ഒരു കാരണവശാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ മൈലേജിൻ്റെ ഒരു പ്രശ്നം കാണിക്കും. കാരണം എന്ന് വെച്ചാൽ ഈ നമ്മളിപ്പം ഗ്ലാസ്സൊക്കെ താക്കുമ്പോഴത്തേക്ക് വണ്ടിയുടെ അകത്തുള്ള ടെമ്പറേച്ചറിൽ വ്യത്യാസം വരും. ടെമ്പറേച്ചറിൽ വ്യത്യാസം വരുന്നൊരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അവിടെ കൂളിംഗ് കോയിലിൻ്റെ ടെമ്പറേച്ചറിലും വ്യത്യാസം വരും. നമ്മളിപ്പം റീസർക്കുലേഷൻ മോഡിലാണ് ഇട്ടേക്കുന്നത്. റീസർക്കുലേഷൻ മോഡ് ഇട്ടേക്കുന്ന ഒരു സാഹചര്യത്തിൽ വണ്ടിയുടെ അകത്തുള്ള തണുപ്പുള്ള എയറിനെ തന്നെ വീണ്ടും കൂളിംഗ് കോയിലിലോട്ട് കടത്തി വിട്ട് ആ ഒരു തണുത്ത ടെമ്പറേച്ചറിലുള്ള ആ ഒരു എയർ വീണ്ടും കൂളിംഗ് കോയിലിൽ നിന്ന് തണുപ്പിനെ സ്വീകരിച്ച് നമുക്ക് തന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിലൊരു ചെറിയ ദോഷവശമുണ്ടെന്ന് പറയാം. അപ്പം അങ്ങനൊരു സാഹചര്യത്തിൽ നമ്മൾ ഗ്ലാസ് വല്ലതും താത്തിട്ട് ഉയർത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഗ്ലാസ് താത്തിട്ട് ജസ്റ്റ് ഒന്ന് ഓടിയിട്ട് പിന്നെ ഉയർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും വണ്ടിയുടെ അകത്തുള്ള ടെമ്പറേച്ചറിൽ ചെറിയ വ്യത്യാസം വരികയും അത് കംപ്രസറിന് കൂടുതൽ നേരം കറക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ എത്തിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ചെറിയ രീതിയിൽ, വളരെ ചെറിയ രീതിയിലുള്ള മൈലേജിൻ്റെ ഒരു വ്യത്യാസം, ഒരു കുറവ് നമുക്ക് അനുഭവപ്പെടും. ഇത് റീസർക്കുലേഷൻ മോഡും മറ്റേന്ന് വെച്ചാൽ പുറത്തു നിന്നും എയറിനെ അകത്തേക്ക് വലിക്കുന്ന ഒരു മോഡുമാണ്. അപ്പോൾ നമ്മൾ ഈ റീസർക്കുലേഷൻ മോഡിൽ നിന്ന് ഈ ഒരു മോഡിലോട്ട് വെക്കാൻ നേരത്ത് പുറത്തുള്ള അന്തരീക്ഷ വായുവായിരിക്കും ഉള്ളിലേക്ക് കടന്നു വരുന്നത്. ഇപ്പോൾ ഞാൻ വീണ്ടും റീസർക്കുലേഷൻ മോഡിലോട്ട് വെച്ചു കേട്ടോ. അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ സ്വാഭാവികമായി ഉച്ച സമയത്തോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള, അല്ലെങ്കിൽ നമ്മൾ ടെമ്പറേച്ചർ വ്യത്യാസം ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും അന്തരീക്ഷ ഊഷ്മാവിൻ്റെ ടെമ്പറേച്ചറും നമ്മളെ വണ്ടിയിനകത്തുള്ള ഈ ഒരു തണുത്ത് കിടക്കുന്ന ടെമ്പറേച്ചറിനും വ്യത്യാസം ഉണ്ടായിരിക്കും. അത് ആ എയർ നേരെ കൂളിംഗ് കോയിലിൽ കൂടെ കടന്നു വന്ന് കൂളിംഗ് കോയിലിലെ തണുപ്പിനെ ആഗിരണം ചെയ്ത് ഉള്ളിലേക്ക് വരികയും ആ വരുന്ന എയറിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് കൂളിംഗ് കോയിൽ എഫേർട്ട് എടുക്കുകയും ചെയ്യേണ്ടി വരും. അതായത് പുറത്തുള്ള അന്തരീക്ഷ ഊഷ്മാവ് തീർച്ചയായിട്ടും വണ്ടിയിലുള്ള അന്തരീക്ഷ ഊഷ്മാവിനേക്കാൾ ഒരു പക്ഷേ കൂടുതലായിരിക്കും. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ കൂടുതൽ നേരം കംപ്രസറിനെ വർക്ക് ചെയ്യിപ്പിക്കേണ്ടി വരും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റീസർക്കുലേഷൻ മോഡ് നമ്മളിപ്പോൾ ഒരു വണ്ടി കയറി സ്റ്റാർട്ട് ചെയ്ത് ഓട്ടിച്ച് തുടങ്ങുന്ന സമയത്ത്, ഇപ്പം നല്ല വെയിലുള്ള സമയത്തൊക്കെ വണ്ടി ഇട്ടിരുന്നിട്ട് ഓട്ടിച്ച് തുടങ്ങുന്ന സമയത്ത് AC ഓൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ഗ്ലാസ് എല്ലാം താത്തിട്ട് ഒന്ന് ഓടി അകത്ത് ചെറുതായിട്ടൊന്ന് എന്താ പറയുക, അകത്ത് കിടക്കുന്ന ഒരു പുഴുക്കലുണ്ടല്ലോ, അത് ചെറുതായിട്ടൊന്ന് മാറുന്നത് വരെ ഇട്ട് ഓടിയതിന് ശേഷം ജസ്റ്റ് ഒരു 1.5 കിലോമീറ്ററൊക്കെ ഓടുമ്പോഴത്തേക്ക് തന്നെ സെറ്റാവും. ഒന്ന് ഓടിയതിന് ശേഷം പിന്നെ ACD ആണെങ്കിൽ അത്യാവശ്യം പെട്ടെന്ന് തന്നെ ആ ഒരു പ്രോപ്പറായിട്ടുള്ള ടെമ്പറേച്ചറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കൂളിംഗ് കോയിലിന് കഴിയും. ഒരു 3/4 മണിക്കൂറിൽ 1 മണിക്കൂർ കൂടുമ്പോഴത്തേക്ക് ഒന്ന് ഗ്ലാസ് താത്തിട്ട് ഉയർത്തും. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് പുറത്തുനിന്ന് എയർ എടുക്കുന്ന മോഡിലോട്ട് പിടിച്ചിടും. മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ ശ്വസിക്കുന്ന, ഇപ്പം വണ്ടിയിൽ ഒരു 3-4 പേരൊക്കെ ഉണ്ടെങ്കിൽ ശ്വസിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് തന്നെ പിന്നെയും നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. റീസർക്കുലേഷൻ മോഡായതുകൊണ്ട് തന്നെ വണ്ടിയുടെ ഉള്ളിലോട്ട് കാര്യമായ എയർ സർക്കുലേഷൻ ഒന്നും പുറത്തൊന്നും ഉണ്ടായിരിക്കത്തില്ല. വായുവിൻ്റെ, അതായത് ഓക്സിജൻ്റെ കണ്ടൻറ്റ് ഒരു പക്ഷേ വണ്ടിയുടെ അകത്ത് കുറയും. അത് നമ്മളുടെ ചിന്താഗതിയെയും ഒക്കെ ബാധിക്കും എന്നുള്ളതാണ്. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിട്ട് ശ്വസിക്കുന്നത് ബുദ്ധിമുട്ടാണ്. നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരിക, അഗ്രസീവ് ആവുക എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു പക്ഷേ വരാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വണ്ടിയുടെ ഗ്ലാസ്, അതായത് ഒരു 1 മണിക്കൂറിന് ഇടയിൽ ഒന്ന് ഗ്ലാസ്സൊക്കെ താത്ത് ഒരു 2 സെക്കൻഡ് ഓടി, 2 സെക്കൻഡ് മതി, 2 സെക്കൻഡ് ഗ്ലാസ് താത്ത് ഒന്ന് ഓടിച്ചിട്ട് ചുമ്മാ തിരിച്ചങ്ങോട്ട് പൊക്കുക. ഗ്ലാസ് താക്കുക, ഓട്ടത്തിൽ തന്നെ ഗ്ലാസ് താക്കുക, ഒരു 2 സെക്കൻഡ് 3 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക, ഗ്ലാസ് തിരിച്ച് പൊക്കുക. അതല്ലെങ്കിൽ ഈ പുറത്തുനിന്ന് എയർ എടുക്കുന്ന മോഡിടുക, മോഡിട്ട് ഒരു 5 മിനിറ്റ് വണ്ടി ഓടിച്ചിട്ട് തിരിച്ച് റീസർക്കുലേഷൻ മോഡിലിടുക. സംഭവം ഓക്കെ. വണ്ടിയിൽ ഇപ്പം ഒരുപാട് പഴയ വണ്ടികളിലൊക്കെ ചിലപ്പം ടൈമറായിരിക്കും. ഇത്ര സെക്കൻഡ് കംപ്രസർ വർക്കായി, ഇത്ര സെക്കൻഡ് കംപ്രസർ കട്ടായി, ഇത്ര സെക്കൻഡ് കംപ്രസർ വർക്കായി, അങ്ങനെയൊക്കെ ആയിരിക്കും. അതേസമയം ഈ ഒരു ടെമ്പറേച്ചറിനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന എല്ലാ വണ്ടികളിലും തന്നെ
നിങ്ങൾ മൈലേജ് കുറയും എന്ന് കരുതി എ സി ഇടയ്ക്കിടയ്ക്ക് ഓഫാക്കി ഓണാക്കി ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ വണ്ടിയിൽ അത്ര കണ്ട് ഭീമമായ ഒരു മൈലേജ് കുറവോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. കാര്യമായ മൈലേജ് കുറവ് എ സി ഇടുമ്പോൾ വരുന്നുണ്ടെങ്കിൽ നമ്മളെ വണ്ടിയിലെ എ സി സിസ്റ്റം അല്ലെങ്കിൽ എയർ കണ്ടീഷൻ സിസ്റ്റത്തിന് എന്തെങ്കിലും രീതിയിലുള്ള തകരാറുണ്ടായിരിക്കും എന്ന് നമുക്ക് അനുമാനിക്കാം. ഇത്ര തന്നെയുള്ളൂ, സിമ്പിളാണ് കാര്യം. ഇനി മുതൽ ആരും മൈലേജ് കുറയും എന്ന് പറഞ്ഞിട്ട് എ സി ഉപയോഗിക്കാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ വണ്ടിയിൽ എ സി ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും മൈലേജ് കിട്ടാനുള്ളത് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ വണ്ടിയിൽ എ സി ഇടുന്ന സാഹചര്യത്തിൽ മൈലേജ് നല്ല രീതിയിൽ ഡ്രോപ്പ് കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എ സി സംവിധാനത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.